സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നോമിനേഷനൊക്കെ കൊടുത്ത് തിരികെ വരുന്ന സിദ്ധാർത്ഥൻ സാറിനെയും ദേവികയും നോക്കി ഒട്ടും സന്തോഷമില്ലാത്ത രൂപത്തിൽ മാധവനും രാധികയും ശാരികയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് കാര്യം പിടികിട്ടി സിദ്ധുവിനും. വീട്ടിലേക്ക് ചെന്ന് കാര്യം തിരക്കുമ്പം ആദ്യം ആരും ഒന്നും പറയുന്നില്ല. എങ്കിലും തങ്ങളുടെ വിഷമം പറയാൻ ഇപ്പം സിദ്ധാർത്ഥ സാർ മാത്രമേ ഉള്ളൂ. പ്രഭാവതി മേഡമോ രജനിയോ നന്ദനോ ഒന്നും അവരുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ മകളുടെ ജീവിതം നശിക്കരുത് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അമ്മയുടെ തീരുമാനത്തിനെ ധിക്കരിച്ച് നോമിനേഷൻ കൊടുക്കാൻ പോയ ദേവിയെ ഇനി വേണ്ട. ആദ്യം കരുതിയത് ഇവർ തങ്ങളിലുള്ള നിസാര സൗന്ദര്യ പിണക്കാണെന്ന, പക്ഷേ ഇതല്ല, ബന്ധം പിരിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ രാധിക പറയുമ്പം സിദ്ധു ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവരോട് മാപ്പ് പറയുന്നു. എൻ്റെ മോനും ഭാര്യയും കാണിച്ച എല്ലാ തെറ്റുകൾക്കും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് സിദ്ധാർത്ഥ സാറ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സാറിന് എന്ത് സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ എന്നൊക്കെ പറയുമ്പം സിദ്ധു പറയുന്നുണ്ട്, ഇനി നന്ദൻ ഈ വീട്ടിലേക്ക് വരുന്നത് ദേവിയെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും, അത് ഞാൻ തരുന്ന വാക്കാ എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുന്നു. പ്രഭാവതിയെയും നന്ദനെയും കണ്ട് ഭയങ്കര കലിപ്പിച്ചാണ് സംസാരിക്കുന്നത് സിദ്ധാർത്ഥൻ. എൻ്റെ ഭാര്യയും മകനും ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു നാടകം കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേവിക നോമിനേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഷ്ടപ്പെട്ടു അല്ലേ. ദേവിക ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. ഭീഷണികൾക്ക് മുമ്പിൽ ഭയന്ന് വിറക്കത്തില്ല, ദേവിക ജയിക്കും എന്നൊക്കെ വെല്ലുവിളിച്ച് പോകുന്നു. നേരം നന്ദു ആണെങ്കിൽ അമ്മയോട് കലിപ്പിച്ച് പറയുന്നു, കണ്ടോ അച്ഛൻ്റെ സ്വഭാവം മാറിയതുണ്ടോ, നമ്മളെക്കായും വലുതാ അച്ഛനിപ്പോൾ അവള്, എന്തോ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അയാളങ്ങ് അകത്തേക്ക് പോകുന്നു. പ്രഭാവതി ആണെങ്കിൽ എന്ത് വേണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുന്നു. എല്ലാ സത്യങ്ങളും എല്ലാവരോടെയും വിളിച്ചു പറയണമെന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തുമോ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്, ഒന്നും പറയാനും പറ്റുന്നില്ല. അതേസമയം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ദേവികയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. ചന്ദ്രമതിക്ക് ദേവികയോട് ഭയങ്കര മതിപ്പാണ്. തൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാളിപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അതിൻ്റെ സന്തോഷമാണ് അവർക്ക്. ഋഷിയും ദേവികയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പ്രഭാവതി പറഞ്ഞ് ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിലും ദേവിക വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ ഓണറായിട്ടുള്ള അരുന്ധതി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതോടെ ദേവികയുടെ മേലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറി അവളോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന് അവൾ ജയിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രഭാവതിയാണെങ്കിൽ ഇപ്പോൾ പഴയ പോലെ അടുപ്പമൊന്നും കാണിക്കുന്നില്ല ചന്ദ്രമതിയോട്, മനസ്സിലെ വിഷമങ്ങൾ കൊണ്ടാണ്. അപ്പം ചന്ദ്രമതി തെറ്റിദ്ധരിക്കുന്നത് പ്രഭാവതിക്ക് അമ്മായിയമ്മ മരുമകൾ ഈഗോയാണ്, മരുമകൾ തന്നെക്കായും വലിയ ആളാവുന്നതിൻ്റെ ആ ഒരു കുശുമ്പാണെന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ത്യാഗരാജൻ്റെ വാക്കുകളിൽ നിന്നും അരുന്ധതിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ചന്ദ്രമതി ദേവിയയ്ക്ക് സപ്പോർട്ടാണ്. പ്രഭാവതി സത്യങ്ങളൊന്നും ചന്ദ്രമതിയെ അറിയിച്ചിട്ടില്ലെന്ന്. ചന്ദ്രമതിയും പ്രഭാവതിയും ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അലീനയും ഋഷിയെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചന്ദ്രമതിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതിയെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചന്ദ്രമതി പോലും പ്രഭാവതിയാണ് തെറ്റിദ്ധരിക്കുന്നത്. ആ അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്രമതിയെ ഇടപെടുത്തി ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നു. കാരണം ദേവിക ഇലക്ഷന് വിജയിക്കണമെങ്കിൽ കുടുംബ പ്രശ്നം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്നുള്ള ത്യാഗരാജൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണെന്നുള്ള കാര്യം അരുന്ധതിക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ പ്രചരണ സമയത്ത് അതൊരു ആയുധമാക്കി കണ്ടേക്കാം. ചന്ദ്രമതി ഇടപെട്ട് പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ നോക്കുന്ന അതേ സമയത്ത് രാത്രി ചന്ദ്രമതി ദേവികയെ കാണാനായിട്ട് ദേവികയുടെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് തന്നെ അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്രമതിയോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മറച്ചു വെക്കാറില്ല ദേവികയുടെ കുടുംബം. അതുകൊണ്ട് തന്നെ നന്ദൻ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളും പ്രഭാവതി മേഡം വിളിച്ച് ഇലക്ഷന് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളും സിദ്ധാർത്ഥൻ സാറ് മത്സരിച്ചേ പറ്റുമെന്ന് വാശിക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവളെ കൂട്ടിക്കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് രാധികയും മാധവനും ശാരികയും എല്ലാവരും. അങ്ങനെ സമാധാനിപ്പിക്കുന്നു ചന്ദ്രമതി. ദേവിക ഉയരങ്ങളിൽ എത്തേണ്ട ഒരാളാണ്, നല്ല കഴിവുള്ള കുട്ടിയാ എന്നൊക്കെ പറയുമ്പം രാധിക പറയുന്നുണ്ട്, ഉയരങ്ങളിൽ എത്തിയാൽ മാത്രം മതിയോ, കുടുംബവും വേണ്ടേ. തല കുനിച്ച് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം ദേവിക. തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിലും വിജയിച്ചിട്ടേ കാര്യമുള്ളെന്നൊക്കെ രാധിക പറയുമ്പം ചന്ദ്രമതിക്ക് സമാധാനിപ്പിക്കാനാകാതെ നിൽക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിക്കോളാം. അന്നേരം അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ച് നിൽക്കുന്ന അതേ സമയത്ത് രാത്രി പ്രഭാവതി സിദ്ധുവിനോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. അതായത് ഋഷിയെയും ലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല, ഇലക്ഷന് സിദ്ധാർത്ഥൻ സാറിനെ മാറ്റിയത്, അതുപോലെ ദേവിക ഇലക്ഷന് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നതും പണം ഇറക്കുന്നതും
അരുന്ധതി ആണെന്നുള്ള കാര്യം ആദ്യം കേട്ടിട്ട് വിശ്വസിക്കാനാകുന്നില്ല സിദ്ധാർത്ഥന്. പാർട്ടിയെക്കുറിച്ചും പാർട്ടി പ്രവർത്തകരെക്കുറിച്ചും അപവാദം പറഞ്ഞുണ്ടാക്കരുതെന്ന് വിലക്കുന്നുണ്ട് പ്രഭാവതിയെ. അതേസമയം തന്നെ ദേവികയെ മോട്ടിവേറ്റ് ചെയ്യുന്നു അരുന്ധതി. അടിമകളായിട്ടുള്ള സ്ത്രീകൾ ഉയർത്തെണീക്കുന്ന കാലഘട്ടം, അതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിലോ മറ്റാരുടെ ഇൻഫ്ലുവൻസിലോ തനിക്ക് കിട്ടിയ ഈ നല്ലൊരു അവസരം ഇല്ലാണ്ടാക്കി കളയരുത് എന്നൊക്കെ ഉപദേശിക്കുന്ന അതേ സമയത്ത് സിദ്ധു വിചാരിക്കുന്നു അരുന്ധതി എന്ന് വിളിച്ച് കാര്യങ്ങൾ തിരക്കാം. എന്തായാലും ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആക്കിയില്ലെങ്കിൽ ഇലക്ഷനെ ബാധിക്കും, അത് അവരുടെ ജീവിതത്തെയും ബാധിക്കും. രാധികയ്ക്കും മാധവനും ഒക്കെ വാക്ക് കൊടുത്തതാ അവർ തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് ഞാൻ ഇടപെട്ട് കോംപ്രമൈസ് ചെയ്യാമെന്ന്. അതിൻ്റെ പേരിനാണ് വിളിക്കുന്നത്. അരുന്ധതി എവിടെയാണെന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നു ഞാൻ ദേവികയുടെ വീട്ടിലാണെന്ന്. ആ ഒറ്റ വാക്കിൽ സിദ്ധാർത്ഥന് ചില സംശയങ്ങൾ തോന്നുന്നു. ഇനി പ്രഭാവതി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എപ്പോഴും ദേവികയെ കാണാനായിട്ട് ഒരു ബോസ് അങ്ങനെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. സാധാരണ ഒരു സ്റ്റാഫിനെ ഒരു ലിമിറ്റിൽ കൂടുതൽ പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ സിദ്ധാർത്ഥനെ അലട്ടി തുടങ്ങുന്നു. സിദ്ധാർത്ഥൻ സാർ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് നേരി കാണണം, ദേവികയുടെയും നന്ദൻ്റെയും പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യിക്കാനാ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ, ഞാൻ അന്ന് വന്ന് പ്രഭാവതിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവല്ലോ, അത് പറ്റില്ല, എനിക്ക് തന്നെ നേരിട്ട് കാണണം എന്ന് സിദ്ധാർത്ഥനും പറയുന്നുണ്ട്. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ സിദ്ധാർത്ഥൻ്റെ മുമ്പിലും തെളിവാക്കുന്ന ആ ഒരു സീനുകളാണ് ഇനി വരാൻ പോകുന്നത്.